നാഷണൽ സർവീസ് സ്കീമിൻ്റെ ധനസഹായത്തോടു കൂടി ചൊവ്വര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ അതുപോലെ തന്നെ സഹോദരിമാരുമായ ഡോണയ്ക്കും ടീയക്കും അവർ നൽകിയ സ്നേഹഭവനത്തിൻ്റെ താക്കോൽദാന കൈമാറ്റ ചടങ്ങിലേക്കാണ്. ആലുവ MLA അൻവർ സാദത്ത് അധ്യക്ഷനായ ഈ ചടങ്ങിൽ ആ കർത്തവ്യം നിർവഹിച്ചത് നമ്മുടെ ചാലക്കുടി MP ശ്രീ ബെന്നി ബെഹന്നാൻ അവർകളായിരുന്നു. എറണാകുളം ജില്ലയിലെ നാഷണൽ സർവീസ് സ്കീമിൽ ഉൾപ്പെട്ട സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്ക്രാപ്പ് ചലഞ്ചിലൂടെ സമാഹരിച്ച തുകയാണ് ഈ ഭവനത്തിനായി ചെലവഴിച്ചത്. ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഔപചാരികമായ യോഗ നടപടികൾ ആരംഭിക്കുന്നു. ആദ്യമായി NSS ഗീതം. മതമേതെങ്കിലുമാകട്ടെ മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ മനസ്സു നന്നാകട്ടെ. വലിയ സംതൃപ്തിയോടുകൂടിയാണ് എല്ലാവരും പരിപാടി പങ്കെടുക്കുന്നത്. എത്രമാത്രം നിങ്ങളെ അനുമോദിച്ചാലും അതിന് മതി വരില്ല. കാരണം ഇവിടുത്തെ നിങ്ങളുടെ 2 സഹപാഠികൾക്ക് അവർക്ക് വേണ്ടി നിങ്ങൾ സ്വരൂപിച്ച, നിങ്ങൾ മുൻകൈയെടുത്ത് നിങ്ങൾ നൽകുന്ന ഒരു വീടിൻ്റെ താക്കോൽദാന കർമ്മമാണ് നമ്മളെല്ലാം കൂടി ചെയ്തിരിക്കുന്നത്. അതിന് ശ്രമിച്ച NSSൻ്റെ നേതൃത്വം നൽകുന്ന അധ്യാപകരുണ്ട്. അതുമായി സഹകരിച്ച എറണാകുളം ജില്ലയിലെ NSS വളണ്ടിയേഴ്സ് ഉണ്ട്. അതിനേക്കാൾ ഉപരി ഇതൊരു വ്രതമായെടുത്ത് ഈ പരിപാടി കഴിയുന്നത് വരെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇവിടുത്തെ NSSൻ്റെ കുട്ടികളുണ്ട്. നിങ്ങളാണ് മാതൃക. ഈ മാതൃകയാണ് സമൂഹം ആവശ്യപ്പെടുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ചൊവ്വര നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിലാണ് ഈ വീട് നിർമ്മിച്ചു. നിങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ ഈ മനസ്സിൽ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിന് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ ഡോണ, ദിയ, ഈ 2 കുട്ടികൾക്കാണ് ഈ വീട് കൊണ്ടു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാനുള്ള ഒരു മനസ്സാണ്. ഇതെനിക്കൊന്നും ജില്ലയിലെ തന്നെ അല്ലേ NSSൻ്റെ ഒരു കോർഡിനേഷനാണ് ഈ പൈസ സമാഹരിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളും അതിലെ പങ്കാളികളാണ്. NSSൻ്റെ ഗീതം തന്നെ എത്ര മനോഹരമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ NSS ഗീതം പാടുന്നവരും കേൾക്കുന്നവരും അത് ഉള്ളിൽ ദൃഢമായി അല്ലെങ്കിൽ മനഃപ്പാഠമായി നമ്മുടെ മനസ്സിനോട് അലിഞ്ഞു ചേർക്കണം. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് മറ്റുള്ള ചിന്താഗതി നല്ലത് ചെയ്യാൻ നമുക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഡോണയുടെയും ദിയയുടെയും അച്ഛനും അമ്മയുണ്ടോ? ഈ വീട് കിട്ടിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? ദൈവത്തിൻ്റെ അനുഗ്രഹം. NSS എന്ന് പറയുന്ന സംഘടന ഞങ്ങൾക്കൊരു വീട് തന്നു. സ്കൂളിലെ പിള്ളേർ ചേർന്ന് അവരുടെ പിരിവിലാണ് ഈ വീടുകൾ നമുക്ക് തന്നത്. അത് വളരെ ദൈവത്തിനോട് നന്ദി പറയുന്നു. നമുക്ക് എന്താ പറയാനുള്ള? എനിക്കും വളരെ സന്തോഷം. ഈ ചൊവ്വര സ്കൂളിൻ്റെ കീഴിലുള്ള NSS സ്കീമിൻ്റെ സ്കൂളിൽ നിന്ന് പിള്ളേരെ എല്ലാവരും കൂടി ഞങ്ങളെ സഹായിച്ചു. അതുപോലെ ടീച്ചേഴ്സ് ഒത്തിരിയേറെ സഹായിച്ച് ഞങ്ങൾക്കൊരു വീട് ഭവനം നിർമ്മിച്ച് തന്നതിന് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം ദൈവത്തോടും നന്ദി പറയുന്നു. മക്കളൊക്കെ എത്രയിലാണ് പഠിക്കണേ? മക്കള് മൂത്താള് ഡോണ +2, രണ്ടാമത്തെ ആള് ഡിയ, അവള് 4ാം ക്ലാസ്സില്, ഇളയാള് UKG-ല്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബത്തിനും. അപ്പോൾ ഇതാണ് ആ ചൊവ്വര ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളും. ഈ നിൽക്കുന്ന 2 പേരാണ് ഡോണയും ടിയയും. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം ഇതിൻ്റെ കാര്യങ്ങൾ. NSS പണിത് കൊടുത്ത ഈ വീടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ NSSന്റെ ചൊവ്വര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ പ്രോഗ്രാം ഓഫീസറാണ്. എന്റെ പേര് ജിജി വർഗീസ്. നമ്മളിപ്പോ ഇവിടെ പണി തീർത്തിരിക്കുന്നത് എറണാകുളം ജില്ലാ നാഷണൽ സർവീസ് സ്കീമിന്റെ സ്നേഹഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭവനമാണ്. അത് എറണാകുളം ജില്ലാ നാഷണൽ സർവീസ് സ്കീമിന്റെ ധനസഹായത്തോടെ നമ്മളുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ ചേർത്തിട്ടാണ് നമ്മൾ ഈ വീട് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കിത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കിച്ചൺ കബോർഡും രൂപക്കൂടിന്റെ ഒക്കെ വർക്കുകൾ ഉൾപ്പെടെ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ. എത്ര സ്ക്വയർ ഫീറ്റ് വീടാണിത്? ഇത് 540 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഈ കുട്ടികളെ നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? കാരണം നമ്മൾ അന്വേഷിച്ചു, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ഒരു വീടിന് വേണ്ടി വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇവര് പല സ്ഥലത്തും 4 തവണ പല രീതിയിൽ ഭവന നിർമ്മാണത്തിന് വേണ്ടി അപേക്ഷിച്ചിരുന്നവരാണ്. പക്ഷെ ഈ 4 പ്രാവശ്യവും നിർഭാഗ്യവശാൽ അവരുടെ അപേക്ഷ തള്ളിപ്പോയി. അപ്പൊ അത് നമ്മൾക്ക് അറിയാനിടയായി. അങ്ങനെയാണ് നമ്മൾ ഇവരെ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. സാറിന്റെ പേര്? എൻ്റെ പേര് വിനോദാണ്, പ്രിൻസിപ്പളാണ്. വേറെ സന്തോഷമുണ്ട്. വളരെ മിടുക്കികളായ 2 കുട്ടികളാണ്.
അപ്പോൾ ഇങ്ങനൊരു വീട് ഞങ്ങൾക്ക് NSS നേതൃത്വം ഞങ്ങൾ സെലക്ട് ചെയ്തതിലും നമുക്ക് പണിത് കൊടുക്കാൻ പറ്റില്ല, ഏറെ സന്തോഷമുണ്ട്. ഈ സ്കൂളിൽ ഏകദേശം NSS പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി സാറേ? 2005 മുതൽ പ്രവർത്തിക്കുന്നതാണ് NSS. എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണ നിങ്ങളുടെ ഇത് സ്കീമിലുള്ളത്, എങ്ങനെയാണ് അത്? നമ്മൾ പിന്നെ ഈ പഞ്ചായത്തിൻ്റെ ശുചീകരണമായിട്ട് ബന്ധപ്പെട്ട് പല പൊതു ഇടങ്ങൾ ശുചീകരിക്കലും, സ്നേഹാരാമം പദ്ധതിയും, പിന്നെ പൊതിച്ചോറ് വിതരണം, സാന്ത്വനം പദ്ധതി, പാവപ്പെട്ട കുട്ടികൾക്ക് സാന്ത്വനം, പാവപ്പെട്ട കുട്ടികൾക്കും പിന്നെ പാലിയേറ്റീവ് കെയർ ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ, നിങ്ങൾ എവിടെ ചെന്നാലും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് ആ ചൊവ്വര സ്കൂളിലെ PTA പ്രസിഡൻ്റായ വിപിൻ ദാസ്. എന്താണ് പറയാനുള്ളത് ഇന്ന് ഇവിടെ നടന്ന ഈ താക്കോൽദാന ചടങ്ങിനെ കുറിച്ച്? വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണെന്ന്. കാരണം ഈ NSS വാളണ്ടിയർമാർ ചെയ്തത് ഇവിടുത്തെ യുവാക്കൾക്കൊരു മാതൃകാപരമായ സംഭവമാണ്. കാരണം ഏറ്റവും അർഹമായ 2 സഹോദരികൾക്കാണ് ഈ വീട് നിർമ്മിച്ച് കൊടുത്തേക്കുന്നത്. അതിൽ വളരെ സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് PTA കമ്മിറ്റി. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ സ്കൂളിന് വേണ്ടി നിങ്ങൾക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. ഇതൊക്കെ മറ്റുള്ള സ്കൂളുകളൊക്കെ കണ്ടുപഠിക്കട്ടെ. അതെ, ഇനി PTAയുടെ ഭാഗത്തുനിന്ന് പല കാര്യങ്ങളും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ NSSൻ്റെ കുട്ടികൾ എന്ത് സഹായം ചോദിച്ചാലും PTAയുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവും.